ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. സോ നമ്മൾ സർവേയിങ് ആൻഡ് ജിയോമാറ്റിക്സിൻ്റെ യൂണിവേഴ്സിറ്റി എക്സാം ആവാറായിട്ടുണ്ട്. സോ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. സോ മൊഡ്യൂൾ 2ൻ്റെ ഷോർട്ട് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ മൊഡ്യൂൾ 2 കോണ്ടോറിങ്, ഏരിയാസ് ആൻഡ് വോളിയൂംസ്, അതുപോലെ മാസ് ഡയഗ്രാം ആൻഡ് ട്രയാങ്കുലേഷൻ. നമുക്ക് സിലബസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ കോണ്ടോറിങ് ആണ്. അതിൽ ക്യാരക്ടറിസ്റ്റിക്സ്, മെത്തേഡ്സ് ആൻഡ് യൂസസ്. ദെൻ ഏരിയാസ് ആൻഡ് വോളിയൂംസ് ഉണ്ട്. അതിൽ ബൈ ഓഫ്സെറ്റ് ടു ബേസ് ലൈൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടും അതുപോലെ ഡിവൈഡിങ് ദി ഏരിയ ഇൻ ടു നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ആ മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ള ഏരിയ കാൽക്കുലേഷൻ. ദെൻ വോളിയൂം ഓഫ് ലെവൽ സെക്ഷൻ ബൈ പ്രിസ്മോയിഡൽ ആൻഡ് ട്രപ്പീസോയിഡൽ ഫോർമുല. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ മാസ് ഡയഗ്രാം, അതിൻ്റെ കൺസ്ട്രക്ഷൻ, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് യൂസസ്. ദെൻ ട്രയാങ്കുലേഷൻ ഫിഗേഴ്സ് എന്താണ്, ട്രയാങ്കുലേഷൻ സ്റ്റേഷൻസ് എന്താണ്, അതുപോലെ ഇൻഡവിസിബിലിറ്റി ഓഫ് ട്രയാങ്കിൾസ്, സാറ്റലൈറ്റ് സ്റ്റേഷൻസ് ആൻഡ് റിഡക്ഷൻ ടു സെന്റർ. ഓക്കെ, ഇതിൽ ഇത്രയാണ് സിലബസ് വരുന്നത്. ദെൻ സോ പാർട്ട് എ ആൻഡ് പാർട്ട് ബി ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. പാർട്ട് എയിൽ 2 ക്വസ്റ്റ്യൻസ് ഫ്രം ഈച്ച് മൊഡ്യൂൾ. സോ ടോട്ടൽ ഒരു 16 മാർക്സ് ആണ് ഉണ്ടാവുക. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരിങ് 2 മാർക്ക്. ഓക്കെ, പാർട്ട് ബിയിലേക്ക് വരുമ്പോൾ 2 ക്വസ്റ്റ്യൻസ് ഫ്രം ഈച്ച് മൊഡ്യൂൾ ആയിരിക്കും. അവിടെ ഓപ്ഷൻ ഉണ്ട്, ഇത് ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി. ദെൻ ഈച്ച് ക്വസ്റ്റ്യൻ, അതായത് ഒരു മൊഡ്യൂളിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി. ദെൻ 6 മാർക്ക് ആയിരിക്കും ഓരോ ക്വസ്റ്റ്യൻ. ടോട്ടൽ 24 മാർക്സ് ആണ് പാർട്ട് ബിയിൽ വരിക. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് എ സാറ്റലൈറ്റ് സ്റ്റേഷൻ ആൻഡ് റിഡക്ഷൻ ടു സെന്റർ? ഓക്കെ, സാറ്റലൈറ്റ് സ്റ്റേഷൻ എന്താണ്, അതുപോലെ റിഡക്ഷൻ ടു സെന്റർ എന്ന് പറയുന്ന ടേം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. സാറ്റലൈറ്റ് സ്റ്റേഷൻ എന്താണ്, നമ്മൾ ട്രയാങ്കുലേഷൻ ചെയ്യുമ്പോൾ മെയിൻ സ്റ്റേഷൻസ് ഡിറ്റർമൈൻ ചെയ്യും, അല്ലെ? മെയിൻ സ്റ്റേഷൻസ് ഉണ്ടാകും. അപ്പോൾ ഈ മെയിൻ സ്റ്റേഷൻ എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു ചർച്ചോ ടവറോ അങ്ങനെ നമുക്ക് ഇൻസ്ട്രുമെന്റ് വെക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു പോയിന്റ് ആണ് നമ്മുടെ മെയിൻ സ്റ്റേഷൻ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ മെയിൻ സ്റ്റേഷന്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു സബ്സിഡറി സ്റ്റേഷൻ കൺസിഡർ ചെയ്യും. നമ്മൾ മെഷർമെന്റ്സ് ഫുൾ എടുക്കുക ഈ സബ്സിഡറി സ്റ്റേഷനിലേക്കായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്ട്രുമെന്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഈ സബ്സിഡറി സ്റ്റേഷനിലേക്കായിരിക്കും. അങ്ങനെയുള്ള സബ്സിഡറി സ്റ്റേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സാറ്റലൈറ്റ് സ്റ്റേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ സാറ്റലൈറ്റ് സ്റ്റേഷനിൽ നമ്മൾ എടുക്കുന്ന മെഷർമെന്റ്സ് ഒക്കെ പിന്നീട് നമ്മൾ ഈ നമ്മുടെ മെയിൻ സ്റ്റേഷനിലേക്ക് നമ്മൾ വരുന്ന രീതിയിലേക്ക് നമ്മൾ കറക്ഷൻ ചെയ്യും. ഓക്കെ, സോ അങ്ങനെ നമ്മൾ കറക്ഷൻ ചെയ്ത് മെയിൻ സ്റ്റേഷനിലേക്ക് ആക്കുന്നതിനെയാണ് നമ്മൾ റിഡക്ഷൻ ടു സെന്റർ എന്ന് പറയാം. ഓക്കെ, in order to secure well-conditioned triangle or better visibility, objects such as church spires, flagpoles, towers, etc. are sometimes selected as triangulation stations. When the observations are taken from such a station, it is impossible to set up an instrument over it. In such a case, a subsidiary station known as satellite station or eccentric station or fold station is selected as near to the main station as possible, and observations are taken to other triangulation station with the same precision as would have been used in the measurement of angles at the ട്രൂ സ്റ്റേഷൻ. നമ്മൾ എങ്ങനെയാണോ ട്രൂ സ്റ്റേഷനിൽ എടുക്കുക അതേ ആക്യുറസിയോട് കൂടി തന്നെയാണ് നമ്മൾ സബ്സിഡറി സ്റ്റേഷൻ അല്ലെങ്കിൽ സാറ്റലൈറ്റ് സ്റ്റേഷനിൽ നിന്ന് മെഷർമെന്റ്സ് ക്യാരി ഔട്ട് ചെയ്യുക. ഓക്കെ, the angles are later corrected and reduced to what they would have been if the true station was occupied. So the operation of applying the corrections due to the eccentricity of the station is generally known as reduction of center. The distance between the true station and the satellite station is determined either by method of trigonometric leveling or by triangulation. അപ്പോൾ ഈ സാറ്റലൈറ്റ് സ്റ്റേഷനും ട്രൂ സ്റ്റേഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ ലെവലിംഗ് യൂസ് ചെയ്തോ ട്രയാങ്കുലേഷൻ യൂസ് ചെയ്തോ ഒക്കെ കണ്ടുപിടിക്കും. Satellite station should be avoided as far as possible in primary triangulation. Okay. Second question, define contour interval, contour gradient and horizontal equivalent. Okay, terms define ചെയ്യാനാണ്. ഫസ്റ്റ് ടേം എന്താണ്, കോണ്ടോർ ആണ്. കോണ്ടോർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഗ്രൗണ്ടിലുള്ള സെയിം എലവേഷൻ ഉള്ള പോയിന്റ്സിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനെയാണ് നമ്മൾ കോണ്ടോർ എന്ന് പറയാം. ഇറ്റ് ഈസ് ആൻ ഇമാജിനറി ലൈൻ ഓൺ ദ ഗ്രൗണ്ട് ദാറ്റ് കണക്ട്സ് പോയിന്റ് ഹാവിംഗ് ദി സെയിം എലവേഷൻ above a chosen datum. ഓക്കെ, അതായത് നമ്മൾ ജനറലി സീ ലെവലാണ് ഡാറ്റമായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ആ സീ ലെവലിൽ നിന്നും ഈക്വൽ ഹൈറ്റിൽ അല്ലെങ്കിൽ ആ സീ ലെവലിൽ നിന്നും സെയിം ഹൈറ്റിൽ ഉള്ള പോയിന്റ്സിന് നമ്മൾ കണക്ട് ചെയ്തിട്ട് ലൈൻ വരയ്ക്കുന്നതിനെയാണ് നമ്മൾ കോണ്ടോർ എന്ന് പറയാം. വെൻ ഡ്രോൺ ഓൺ എ മാപ്പ്, കോണ്ടോർസ് റെപ്രസെന്റ് ദ ഷേപ്പ് ആൻഡ് ഹൈറ്റ് ഓഫ് ദ ലാൻഡ് സർഫസ്. ഓക്കെ, ഇനി കോണ്ടോർ ഇന്റർവെൽ എന്താണ്? കോണ്ടോർ ഇന്റർവെൽ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഓർ ഡിഫറൻസ് ഇൻ എലവേഷൻ between any 2 consecutive contour lines on a map. It remains constant for a given map and depends on the scale and nature of the terrain. നമ്മൾ പറയാണ് ഇപ്പോൾ 2 മീറ്റർ ആണ് കോണ്ടോർ ഇന്റർവെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോണ്ടോർ ഒരു എലവേഷനുള്ള പോയിന്റ്സ് നമ്മൾ ഒരേ എലവേഷനുള്ള പോയിന്റ്സ് നമ്മൾ കണക്ട് ചെയ്ത് ലൈൻ വരച്ചു. അടുത്തത് നമ്മൾ എവിടെയായിരിക്കും വരയ്ക്കുക, ഈ ലൈനിൽ നിന്ന് അല്ലെങ്കിൽ ആ പോയിന്റിൽ നിന്ന് 2 മീറ്റർ ഹൈറ്റിൽ ഉള്ള പോയിന്റ്സ് നമ്മൾ കണക്ട് ചെയ്യുന്ന ലൈനായിരിക്കും നമ്മൾ അടുത്തത് വരയ്ക്കുക. ഓക്കെ, അങ്ങനെ
അത് തമ്മിലുള്ള വെർട്ടിക്കൽ ഡിഫറൻസ് ആണ്. വെർട്ടിക്കൽ ഡിഫറൻസ് ആ പോയിന്റും ഇപ്പൊ രണ്ട് കോണ്ടോർ ലൈൻസ് തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ കോണ്ടോർ ഇന്റർവെൽ 2 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് 2 മീറ്റർ ആണെന്നായിരിക്കും മീനിങ്. ഓക്കെ, കോണ്ടോർ ഇന്റർവെൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണെന്നുള്ളത് ഓർക്കാം. കോണ്ടോർ ഗ്രേഡിയന്റ് എന്താണ്? ഇറ്റ് ഈസ് എ റേറ്റ് ഓഫ് റൈസ് ഓർ ഫോൾ ഓഫ് ദ ഗ്രൗണ്ട് എക്സ്പ്രസ്ഡ് ആസ് ദി ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് റിക്വയർഡ് ടു ഒബ്റ്റെയിൻ 1 യൂണിറ്റ് ഓഫ് വെർട്ടിക്കൽ എലവേഷൻ ചേഞ്ച്. എത്ര ദൂരം ചെന്നാലാണ്, എത്ര ദൂരം ഹൊറിസോണ്ടലി നമ്മൾ ചെന്നാലാണ് വെർട്ടിക്കലി നമുക്ക് 1 യൂണിറ്റ് റൈസ് കിട്ടുക, അല്ലെങ്കിൽ വെർട്ടിക്കലി 1 യൂണിറ്റ് നമുക്ക് ഹൈറ്റ് കിട്ടുക എന്നുള്ളതാണ്. അതായത് ഗ്രേഡിയന്റ് കൂടുതലാണെങ്കിൽ, അതായത് ഇറ്റ് റെപ്രസെന്റ്സ് ദ സ്ലോപ്പ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് കോണ്ടോർസ്. ലാർജ് കോണ്ടോർ ഗ്രേഡിയന്റ് ഇൻഡിക്കേറ്റ് എ ജെന്റിൽ സ്ലോപ്പ്. അപ്പൊ കോണ്ടോർ ഗ്രേഡിയന്റ് കൂടുതലാണെങ്കിൽ എന്താണ്? ഒരു ജെന്റിൽ സ്ലോപ്പ് ആയിരിക്കും അല്ലെ. അതായത് ഗ്രേഡിയന്റ് അവിടെ കൂടുതലാണ്, അപ്പൊ സ്ലോപ്പ് എന്ന് പറയുന്നത് ജെന്റിൽ ആയിരിക്കും. അതല്ല സ്മോൾ കോണ്ടോർ ഗ്രേഡിയന്റ് ആണെങ്കിലോ സ്റ്റീപ്പ് സ്ലോപ്പ് ആയിരിക്കും, ഭയങ്കര കുത്തനെയുള്ള സ്ലോപ്പ് ആയിരിക്കും അല്ലെ. അതായത് അവിടെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കുറച്ച് പോയപ്പോൾ തന്നെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എത്തി. അതായത് ഗ്രേഡിയന്റ് അവിടെ സ്മോൾ കോണ്ടോർ ഗ്രേഡിയന്റ് ആയിരിക്കും. ഓക്കെ, ഗ്രേഡിയന്റ് അവിടെ കുറവായിരിക്കും. ഓക്കെ, അപ്പൊ സ്റ്റീപ്പ് സ്ലോപ്പ് ആയിരിക്കും. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബൈ വെർട്ടിക്കൽ ഇന്റർവെൽ എന്നുള്ളതാണ് കോണ്ടോർ ഗ്രേഡിയന്റ് ഇക്വേഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടേം ഹൊറിസോണ്ടൽ ഇക്വലന്റ്. Horizontal equivalent is the horizontal distance on the ground between 2 consecutive contour lines. അതായത് നേരത്തെ നമ്മൾ കോണ്ടോർ ഇന്റർവെൽ പറഞ്ഞത് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ്. ഇവിടെ ഹൊറിസോണ്ടലി അവർ തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ട് എന്നുള്ളതാണ് ഹൊറിസോണ്ടൽ ഇക്വലന്റ് ഡിഫൈൻ ചെയ്യുന്നത്. Horizontal equivalent is a horizontal distance on the ground between 2 consecutive contour lines. It depends on the contour interval and the slope of the ground. എങ്ങനെയാണ്? സ്റ്റീപ്പർ സ്ലോപ്പ് ആണ്, കുത്തനെയുള്ള സ്ലോപ്പ് ആണെങ്കിൽ എന്തായിരിക്കും? അവർ തമ്മിൽ സ്മോളർ ഹൊറിസോണ്ടൽ ഇക്വലന്റ് ആയിരിക്കും ഉണ്ടാവുക അല്ലേ. അതുപോലെ ഫ്ലാറ്റർ സ്ലോപ്പ് വിൽ ഹാവ് ലാർജർ വൺസ്. ഓക്കെ, ഇപ്പൊ ഇച്ചിരി ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ലോപ്പ് ആണ്. ഇവിടെ ഒരു കോണ്ടോർ ലൈൻ ഉണ്ട്, ഇവിടെയും ഒരു കോണ്ടോർ ലൈൻ ഉണ്ടെങ്കിൽ അത് തമ്മിലുള്ള ഡിഫറൻസ് കൂടുതലായിരിക്കില്ലേ, ഹൊറിസോണ്ടൽ ഇക്വലന്റ് കൂടുതലായിരിക്കും. അതല്ല കുത്തനെയുള്ള സ്ലോപ്പ് ആണെങ്കിലോ, ഇവിടെ ഒരു കോണ്ടോർ ലൈൻ ഉണ്ട്, ഇവിടെ ഒരു കോണ്ടോർ ലൈൻ ഉണ്ടെങ്കിൽ അത് തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കുറവായിരിക്കും. അതാണ് പറഞ്ഞിരിക്കുന്നത്. Steeper slopes will have smaller horizontal equivalent while flatter slopes will have larger ones. Okay. Then question number 3, explain the factors affecting the choice of contour interval. Contour interval നമ്മൾ അത് പറഞ്ഞു കോൺസ്റ്റന്റ് ആണല്ലേ. ഒരു മാപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കോണ്ടോർ ഇന്റർവൽ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ആ കോണ്ടോർ ഇന്റർവെല്ല് ചൂസ് ചെയ്യാനായിട്ടുള്ള ഫാക്ടേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് ഫാക്ടേഴ്സ്? മെയിൻ ആയിട്ട് ഫസ്റ്റ് ഓൺ സ്കെയിൽ ഓഫ് ദ മാപ്പ് അല്ലെ. ലാർജ് സ്കെയിൽ മാപ്സ് ആണെങ്കിൽ, ലാർജ് സ്കെയിൽ മാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഷോയിങ് സ്മോൾ ഏരിയാസ് ഇൻ ഡീറ്റെയിൽ. അത്രയും കൂടുതൽ ഡീറ്റെയിൽസ് ആ മാപ്പിൽ ഉണ്ടാവും. അതാണ് ലാർജ് സ്കെയിൽ മാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്താണ് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ നമ്മൾ എന്തായിരിക്കണം? സ്മോൾ കോണ്ടോർ ഇന്റർവെൽസ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത് അല്ലെ. ചെറിയ ചെറിയ ഓരോ വെർട്ടിക്കൽ റൈസിനും ഓരോ ചെറിയ ചെറിയ ഇന്റർവെല്ലിലുള്ള കോണ്ടോഴ്സ് എടുത്താലാണ് നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ആ മാപ്പ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ ലാർജ് സ്കെയിൽ മാപ്പിൽ എന്താണ്? സ്മോൾ കോണ്ടോർ ഇന്റർവെൽസ് ആയിരിക്കും എടുക്കുക ബെറ്റർ ആക്യുറസിക്ക് വേണ്ടിയിട്ട്. അതേസമയം സ്മോൾ സ്കെയിൽ മാപ്പ് ആണെങ്കിൽ എന്താണ്? കുറെ ഏരിയ കാണിക്കണം. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് അത്രയും ഡീറ്റെയിൽസ് വേണ്ട. അപ്പൊ നമുക്ക് അവിടെ ലാർജ് ഇന്റർവെല്ലുള്ള കോണ്ടോസ് എടുക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആ ക്രൗഡിങ് ഓഫ് കോണ്ടോസ് അവോയ്ഡ് ചെയ്യാം. ഓക്കെ, ലാർജ് ഏരിയ കാണിക്കാനുള്ളതാണ്, അല്ലെങ്കിൽ ഡീറ്റെയിൽസ് കുറവാണ്, അപ്പൊ നമുക്ക് ലാർജർ ഇന്റർവെല്ലില് കോണ്ടോസ് എടുക്കാം. ഓക്കെ, സെക്കൻഡ് വൺ എന്താണ്? നേച്ചർ ഓഫ് ദ ടെറൈൻ. അതെന്താണ്? സ്റ്റീപ്പ് ഓർ ഹില്ലി ടെറൈൻ ആണെങ്കിൽ എന്തായിരിക്കും? ലാർജ് കോണ്ടോർ ഇന്റർവെൽസ് ആയിരിക്കും നമ്മൾ എടുക്കുക. കാരണം എന്താണ്? ക്രൗഡിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഈ സ്റ്റീപ്പ് ഓർ ഹില്ലി ടെറൈൻ ആകുമ്പോൾ നമ്മുടെ കോണ്ടോഴ്സ് ഒത്തിരി അടുത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലാർജ് കോണ്ടോർ ഇന്റർവെൽസ് ആയിരിക്കും പ്രിഫർ ചെയ്യുക. അതേസമയം ഫ്ലാറ്റ് ഓർ ജെന്റൽ സ്ലോപ്പ് ആണെങ്കിലോ സ്മോൾ ഇന്റർവെൽസ് ആയിട്ട് എടുക്കുക. കാരണം എന്താണ്? മൈനർ ചേഞ്ച് ഇൻ ഗ്രേഡിയന്റ് കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ മൈനർ ചേഞ്ച് ഇൻ വേരിയേഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്മോളർ ഇന്റർവെൽസ് ആയിരിക്കും എടുക്കുക. ഓക്കെ, ഇനി പർപ്പസ് ഓഫ് ദ സർവേ. അപ്പൊ എഞ്ചിനീയറിംഗ് പ്രൊജക്ട്സ് ലൈക്ക് റോഡ്, ഡാം, കനാൽ അങ്ങനെയുള്ള എഞ്ചിനീയറിംഗ് പ്രൊജക്ട്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് സ്മോൾ ഇന്റർവെൽസ് വേണം. കാരണം എന്താ? പ്രിസൈസ് ഡിസൈൻ ആയിരിക്കണം അല്ലെ. അപ്പൊ അത്രയും ചെറിയ ഇന്റർവെൽ എടുത്താലാണ് നമുക്ക് അത്രയും ഡീറ്റെയിൽസ് കിട്ടുള്ളൂ. അപ്പൊ അത്രയും ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതേസമയം ഒരു ടോപ്പോഗ്രാഫിക് മാപ്പാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള അധികം ഒത്തിരി ആക്യുറസി വേണ്ടാത്ത പ്രൊജക്ട്സ് ആണെങ്കിലോ നമുക്ക് ലാർജ് കോണ്ടോർ ഇന്റർവെൽ സെലക്ട് ചെയ്യാം. Then accuracy of instrument and methods. Okay, the contour interval must be consistent with the precision of leveling and surveying instrument used. Highly accurate instrument, total station, auto level പോലുള്ള highly accurate ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണെങ്കിൽ
ഇറ്റ് വിൽ അലോ സ്മോളർ ഇന്റർവെൽസ്, അതായത് അത്രയും ആക്യുറേറ്റ് ആയിട്ട് ചെറിയ ചെറിയ ഇന്റർവെൽസ് എടുത്തിട്ട് നമുക്ക് കോണ്ടോർ ചെയ്യാൻ പറ്റും. അതല്ല അധികം ആക്യുറസി ഇല്ലാത്ത ഇൻസ്ട്രുമെന്റ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് ലാർജർ ആയിട്ടുള്ള കോണ്ടോസ് ആയിരിക്കും നമുക്ക് ഇന്റർവെൽ ആയിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുക. ദെൻ ലെസ് പ്രിസൈസ് മെത്തേഡ്, അതായത് പ്ലെയിൻ ടേബിൾ, ഹാൻഡ് ലെവലൊക്കെ ആണെങ്കിൽ നമ്മൾ ലാർജ് ഇന്റർവെൽസ് ആയിരിക്കും പ്രിഫർ ചെയ്യുക. ദെൻ ടൈം ആൻഡ് കോസ്റ്റ് ഓഫ് സർവേ, ഇപ്പോൾ സ്മോളർ കോണ്ടോർ ഇന്റർവെൽസിൽ അത്രയും ഓരോ പോയിന്റിലും ചെറിയ ചെറിയ പോയിന്റ്സിലും എടുക്കണമെങ്കിൽ എന്താണ് അത്രയും ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ നമുക്ക് ഒത്തിരി ടൈം ഉണ്ട്. അതുപോലെ കോസ്റ്റ്, നമ്മുടെ കോസ്റ്റ് ഓഫ് സർവേ അധികം ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ചെറിയ ചെറിയ ഇന്റർവെല്ലിൽ കോണ്ടോസ് എടുത്തിട്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ട് സർവേ ചെയ്യാം. അതല്ല ബഡ്ജറ്റ് കുറവാണ്, നമുക്ക് അത്രയും ടൈം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ലാർജ് ഇന്റർവെൽസ് വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഓക്കെ. Then question number 4, what is mass hole diagram? What are the characteristics and discuss its uses? Mass hole diagram എന്താണ്? നമ്മൾ എർത്ത് വർക്ക്സ് പ്രൊജക്ട്സ് ചെയ്യുമ്പോൾ എന്തുമാത്രം വോളിയം ഓഫ് എർത്ത് മൂവ് ചെയ്തു അല്ലെങ്കിൽ എന്തുമാത്രം നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് ആവശ്യമുണ്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഡയഗ്രാമാണ് മാസ് ഹോൾ ഡയഗ്രാം. A mass hole diagram is a graphical representation used in earthwork projects to show cumulative volume of earth moved along the alignment, such as road, railways or canals. It is plotted with a distance along the project on the horizontal axis and cumulative earthwork cut or fill on the vertical axis. അതായത് എക്സ് ആക്സിസിൽ ഡിസ്റ്റൻസും അതുപോലെ വൈ ആക്സിസിൽ ക്യുമുലേറ്റീവ് വോളിയം ഓഫ് കട്ട് ഓർ ഫിൽ ആയിരിക്കും കാണിക്കുക. ഓക്കെ. It helps determine the most economic method of moving earth by balancing cut and fills. നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുക. ഇതാ ഇവിടെ ഉണ്ടാവും. ഇപ്പം നമ്മൾ ഇപ്പൊ ഇത്രയും പോർഷൻ ഡിസ്റ്റൻസ് ഉണ്ട്. നമ്മൾ ടേബിൾ വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് ഇപ്പൊ ഇത്രയും ഇത്രയും പോയിന്റിലുള്ള വോളിയം ഓഫ് എർത്ത് നമ്മൾ എഴുതും അല്ലെ. സെക്കൻഡ് പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നതാണ്. അത് ഇനി ഇത്രയും പോയിന്റിലുള്ളതായിരിക്കും നമ്മൾ എഴുതുക. അങ്ങനെ എഴുതി കട്ടിന്റെ ഫുൾ വോളിയം എഴുതും. നമ്മൾ ഫില്ല് എഴുതുമ്പോൾ എങ്ങനെയാണ് ഇത്രയും പോയിന്റിൽ നമുക്ക് എത്ര മീറ്റർ ക്യൂബ് ഓഫ് സോയിൽ വേണം എന്നുള്ളത് എഴുതും. അത് നെഗറ്റീവ് ആയിട്ടായിരിക്കും എഴുതുക. അപ്പൊ ക്യുമുലേറ്റീവ് നമ്മൾ മൈനസ് ചെയ്താൽ പോവാം അല്ലെ. അപ്പൊ ക്യുമുലേറ്റീവ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ നമുക്ക് ചെയ്തു വരുമ്പോൾ ഗ്രാഫ് എങ്ങനെയാണ് എക്സ് ആക്സിസിൽ ഡിസ്റ്റൻസും വൈ ആക്സിസിൽ ക്യുമുലേറ്റീവ് ആയിട്ട് കിട്ടും. അപ്പൊ കട്ടിന്റെ അവിടെ എന്ത് വരും, ഒരു റൈസ് ആയിരിക്കും വരിക, ഒരു റൈസിങ് കർവ് ആയിരിക്കും കട്ടിന്റെ അവിടെ. ഫില്ല് വന്നു തുടങ്ങുമ്പോൾ എന്തായിരിക്കും, നമ്മൾ മൈനസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഗ്രാഫ് താഴേക്കായിരിക്കും ഡ്രോപ്പ് ചെയ്യുക. ഓക്കെ. നമുക്ക് ബാലൻസ് പോയിന്റ്സ് കിട്ടും. അതായത് ബാലൻസ് പോയിന്റ്സ് എന്താണ്, വോളിയം ഓഫ് കട്ട് ഈക്വൽ ടു വോളിയം ഓഫ് ഫിൽ. അതായത് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുത്ത അതേ പോർഷൻ അത്രയും സോയിൽ കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യാൻ പറ്റും എന്നാണ് ഈ സീറോയിൽ ഒറിജിനലി നമ്മൾ എക്സ് ആക്സിസ് ലൈനിൽ ടച്ച് ചെയ്യുന്ന ആ പോയിന്റ്സ് മീൻ ചെയ്യുന്നത്. അതാണ് ബാലൻസ് പോയിന്റ്സ് ആണ്. ഓക്കെ. അപ്പൊ ഇവിടെ കട്ട് ചെയ്തെടുത്ത പോർഷൻ തന്നെ നമുക്ക് ഇത്രയും പോർഷൻ ഫില്ല് ചെയ്യാൻ നമുക്ക് ഇത്രയും കട്ട് ചെയ്തെടുത്ത സോയിൽ തന്നെ മതിയാകും എന്നാണ് ബാലൻസ് പോയിന്റിന്റെ മീനിങ്. ഓക്കെ. ഇനി എന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ദി ഡയഗ്രാം ഹാസ് ഡിസ്റ്റൻസ് ഓൺ ദി ഹൊറിസോണ്ടൽ ആക്സിസ് ആൻഡ് ക്യുമുലേറ്റീവ് എർത്ത് വർക്ക് ഓൺ വെർട്ടിക്കൽ ആക്സിസ്. അതുപോലെ കർവ് റൈസസ് വെൻ ദ വർക്ക് ഈസ് ഇൻ കട്ട് ആൻഡ് ഫോൾസ് വെൻ ദ വർക്ക് ഈസ് ഇൻ ഫിൽ. അതുപോലെ എന്താണ്, പീക്സ് ഓഫ് ദ കർവ് ഷോ ദി എൻഡ് ഓഫ് എ കട്ട് സെക്ഷൻ ആൻഡ് വാലീസ് ഷോ ദി എൻഡ് ഓഫ് എ ഫിൽ സെക്ഷൻ. ഇവിടെ പീക്ക് വന്നു അല്ലെ. അപ്പൊ അതായത് അവിടെ കട്ട് തീർന്നു എന്നാണ് അർത്ഥം. പിന്നെന്താണ്, നമ്മൾ ഫില്ല് വരുന്നത് മൈനസ് ചെയ്യാണ് അല്ലെ. അപ്പൊ അവിടെ കുറയാണ്. അപ്പൊ പീക്ക് കാണിക്കുന്നത് എന്തായിരിക്കും, കട്ട് തീർന്നു. അതായത് ആ ഒരു പൊങ്ങി നിൽക്കുന്ന സോയിലിന്റെ ആ ഭാഗം കഴിഞ്ഞു, ഇനിയുള്ളത് ഫില്ലാണെന്നാണ് ആ പീക്ക് കാണിക്കുന്നത്. അതുപോലെ വാലി കാണിക്കുന്നത് ഫില്ല് കഴിഞ്ഞു, അടുത്തത് കട്ട് തുടങ്ങുകയാണെന്നുള്ളതാണ്. ഓക്കെ. ഫില്ല് കഴിഞ്ഞു എന്നുള്ളതാണ് ആ വാലി കാണിക്കുന്നത്. പീക്സ് ഓഫ് ദ കർവ് ഷോ ദി എൻഡ് ഓഫ് ദ കട്ട് സെക്ഷൻ ആൻഡ് വാലി ഷോ ദി എൻഡ് ഓഫ് എ ഫിൽ സെക്ഷൻ. ഓക്കെ. ഇനി ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 points on the curve represent the whole distance of the earth. Fifth one, when the curve returns to the same level, it means the cut and fill are balanced. അതാണ് ഞാൻ പറയുന്നത് ബാലൻസ് പോയിന്റ്. ഇനി ഡയഗ്രാം ക്ലിയർലി ഷോ ഫ്രീ ഹോൾ ആൻഡ് ഓവർഹോൾ ലിമിറ്റ്സ് ഫോർ കോസ്റ്റ് എസ്റ്റിമേഷൻ. കോസ്റ്റ് എസ്റ്റിമേഷൻ നമുക്ക് ഈസി ആയിട്ട് ഈ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് ഹെൽപ്സ് ഐഡന്റിഫൈ ദ ഡയറക്ഷൻ ഓഫ് ദ ഹോൾ ബിക്കോസ് മെറ്റീരിയൽ മൂവ് ഫ്രം റൈസിംഗ് പാർട്ട് ടു ഫോളിംഗ് പാർട്സ്. It is useful for planning economical earth movement along the alignment. Okay. അപ്പോൾ അഡ്വാൻറ്റേജസ് ആണിത്. എർത്ത് വർക്ക് പ്ലാനിങ്ങിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ എക്കണോമിക്കൽ ഹോൾ റൂട്ട്സ് ഏതൊക്കെയാണെന്ന്, അതായത് നമുക്ക് ഈസി ആയിട്ട് എക്കണോമിക് ആയിട്ട് ഏതൊക്കെ റൂട്ടിലൂടെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കട്ട് ആൻഡ് ഫില്ല് ബാലൻസ് ചെയ്യാൻ പറ്റും. എത്രമാത്രം എക്സ്ട്രാ നമുക്ക് വേണം അത് കണ്ടുപിടിക്കാൻ പറ്റും. അത് എന്തുമാത്രം ഡിസ്റ്റൻസ് എക്സ്ട്രാ ഉള്ളത് കൊണ്ടുവരണം എന്നുള്ള ഹോൾ കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ കൺസ്ട്രക്ഷൻ ഷെഡ്യൂൾ ചെയ്യാനായിട്ട് എർത്ത് വർക്ക് ഓപ്പറേഷനും അതുപോലുള്ള ലേബേഴ്സിനെയൊക്കെ അറേഞ്ച് ചെയ്യാനും ഒക്കെ നമുക്ക് മാസ് ഹോൾ ഡയഗ്രാം കൊണ്ട് ഈസി ആയിട്ട് പറ്റും.
Question number 5. What are the factors to be considered while selecting triangulation station? Triangulation stations select ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ്. എന്താണ്? ഫസ്റ്റ് വൺ, ഇൻഡവിസിബിൾ ആയിരിക്കണം. ഓക്കെ, ദ ട്രയാങ്കുലേഷൻ സ്റ്റേഷൻ ഷുഡ് ബി ഇൻഡവിസിബിൾ. ഫോർ ദിസ് പർപ്പസ് ദേ ഷുഡ് ബി പ്ലേസ്ഡ് അപ്പോൺ ദി മോസ്റ്റ് എലവേറ്റഡ് ഗ്രൗണ്ട് സച്ച് എസ് ടോപ്പ് ഓഫ് ഹിൽസ് സോ ദാറ്റ് ലോങ് സൈസ് through undisturbed atmosphere may be secured. Okay. സെക്കൻഡ് വൺ എന്താണ്? ദേ ഷുഡ് ഫോം വെൽ ഷേപ്ഡ് ട്രയാങ്കിൾസ്. നമ്മൾ പറഞ്ഞല്ലേ, ഇൽ ഷേപ്ഡ് ട്രയാങ്കിൾസ് പറ്റില്ല. ഗ്രേറ്റർ ദാൻ 30യും ഗ്രേറ്റർ ദാൻ 120 ആവരുത്. അതുപോലെ നോ ആംഗിൾ ഷുഡ് ബി ലെസ് ദാൻ 30. വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾസ് ആയിരിക്കണം. ദ ട്രയാങ്കിൾ ഷുഡ് ബി ഐദർ ഐസോസ്ലെസ് വിത്ത് ബേസ് ആംഗിൾ ഓഫ് അബൌട്ട് 56 ഡിഗ്രി അല്ലെങ്കിൽ ഇക്വിലാറ്ററൽ ആയിരിക്കണം. ഐഡിയൽ ട്രയാങ്കിൾ ആയിട്ടുള്ള ഇക്വിലാറ്ററൽ അല്ലെങ്കിൽ ഐസോസ്ലെസ് ട്രയാങ്കിൾസ് ആയിരിക്കണം. The station should be easily accessible and should be such that supplies of food and water are easily available and camping ground or nearest suitable accommodation is available. They should be so selected that the length of the site is neither too small or too large. Small length of site will result in errors due to centering and bisection, while large line of sight will make the signal too indistinct for accurate bisection. നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലെങ്ത് ഓഫ് സൈറ്റ് എന്ന് പറയുന്നത് ഒത്തിരി കൂടാനോ ഒത്തിരി കുറയാനോ പാടില്ല. Then they should be commanding situations so as to serve the control of the subsidiary triangulation and for possible future extension of the principal system. പിന്നീട് സർവേ ചെയ്യേണ്ടി വന്നാലും നമുക്ക് എളുപ്പത്തിൽ സ്റ്റേഷൻസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം സ്റ്റേഷൻസ് സെലക്ട് ചെയ്യേണ്ടത്. Then any heavily wooden country, the station should be so located that the cost of clearing and cutting of the building towers is minimum. അതായത് ഒത്തിരി മരങ്ങളൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ ആ കോസ്റ്റ് ഓഫ് കട്ടിങ് ആൻഡ് ഫോളിംഗ് ട്രീസ് എന്നുള്ളതും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമുക്ക് സ്റ്റേഷന്റെ സൈറ്റ് സെലക്ട് ചെയ്യാനായിട്ട്. ദ സ്റ്റേഷൻ ഷുഡ് ബി സിറ്റുവേറ്റഡ് സോ ദാറ്റ് ലൈൻ ഓഫ് സൈറ്റ് ഡു നോട്ട് പാസ് ഓവർ ടൗൺ, ഫാക്ടറീസ്, ഫർണസസ് എക്സെട്ര, നോർ ഗ്രേസ് എനി ഒബ്സ്ട്രക്ഷൻ സോ ദാറ്റ് ദ എഫക്ട് ഓഫ് ഇറഗുലർ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ ഇസ് അവോയ്ഡഡ്. ഓക്കെ. Question number 6. Briefly explain any two method for computation of area. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാനുള്ള കമ്പ്യൂട്ടേഷൻ ഓഫ് ഏരിയയിലുള്ള ഏതെങ്കിലും രണ്ട് മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സബ് ഡിവിഷൻ ഇൻറ്റു ട്രയാങ്കിൾസ് ആണ് ഫസ്റ്റ് മെത്തേഡ്. അല്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ ഏരിയ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓരോ ഏരിയയുടെയും ഏരിയ കണ്ടുപിടിച്ചിട്ട് നമ്മളത് സം ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ഓരോ ട്രയാങ്കിളുടെയും ഏരിയ കണ്ടുപിടിച്ചിട്ട് അത് സം ചെയ്യാണ് ചെയ്യുക. ദ ഫിഗർ ഓക്കെ below shows an area divided into several triangles. If two sides and one included angle of a triangle is measured, എങ്ങനെയാണ് ഇക്വേഷൻ? ഏരിയ is equal to half AB sin C. Okay. When the length of the tree side, ആ ട്രയാങ്കിളുടെ 3 സൈഡും നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ഏരിയ? റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. എസ് എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് ദ പെരിമീറ്റർ ആണ്. ഹാഫ് എ പ്ലസ് ബി പ്ലസ് സി. ഓക്കെ. Then second method, areas from offsets to a baseline അല്ലെങ്കിൽ ഓഫ്സെറ്റ് അറ്റ് റെഗുലർ ഇന്റർവെൽസ്. അങ്ങനെയാണ് ലോങ് നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡ് ആണെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് സ്യൂട്ടബിൾ ആണ്. അതുപോലെ ദ ഓഫ്സെറ്റ് ആർ മെഷേർഡ് ഫ്രം ദി ബൗണ്ടറി ടു ദ ബേസ് ലൈൻ ഓർ എ സർവേ ലൈൻ അറ്റ് റെഗുലർ ഇന്റർവെൽസ്. ഓക്കെ, ഓഫ്സെറ്റ്സ് റെഗുലർ ഇന്റർവെൽസിലേക്ക് നമ്മൾ മെഷർ ചെയ്യുക. അതുപോലെ തന്നെ ഓക്കെ, ദെൻ അതിൽ ഫസ്റ്റ് വൺ ആണ് മിഡ് ഓർഡിനേറ്റ് റൂൾ. ഓക്കെ, മിഡ് ഓർഡിനേറ്റ് റൂൾ എങ്ങനെയാണ്? നമ്മൾ ബൗണ്ടറീസ് അല്ലെങ്കിൽ നമ്മൾ ഓഫ്സെറ്റ്സിന് ഇടയിലുള്ള ബൗണ്ടറീസ് സ്ട്രെയിറ്റ് ലൈൻസ് ആണെന്നാണ് നമ്മൾ ഇതിൽ അസ്യൂം ചെയ്യണത്. ദ ബേസ് ലൈൻ ഇസ് ഡിവൈഡഡ് ഇൻടു എ നമ്പർ ഓഫ് ഡിവിഷൻ ആൻഡ് ദ ഓർഡിനേറ്റ്സ് ആർ മെഷർഡ് അറ്റ് ദി മിഡ് പോയിന്റ് ഓഫ് ഈച്ച് ഡിവിഷൻ. ബേസ് ലൈൻ നമ്മൾ നമ്പർ ഓഫ് ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിന്റെ മിഡ് പോയിന്റിൽ നിന്നായിരിക്കും നമുക്ക് ഓഫ്സെറ്റ്സ് എടുക്കാം. ഓക്കെ, ഇക്വേഷൻ എന്താണ്? ആവറേജ് ഓർഡിനേറ്റ് ഇൻടു ലെങ്ത് ഓഫ് ദ ബേസ് ആണ്. O1 പ്ലസ് O2 പ്ലസ് O3 എത്ര ഓർഡിനേറ്റ്സ് ഉണ്ടോ അത് ആഡ് ചെയ്യുക ഇൻടു ഓരോ ഡിവിഷൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി. ഓക്കെ, അതാണ് ഡി സിഗ്മ ഒ. അതാണ് ഇക്വേഷൻ വരിക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 7. എക്സ്പ്ലെയിൻ ട്രപ്പീസോയിഡൽ റൂൾ ആൻഡ് സിംപ്സൺസ് റൂൾ ഫോർ ദ കാൽക്കുലേഷൻ ഓഫ് ഏരിയ. ഫസ്റ്റ് വൺ ട്രപ്പീസോയിഡൽ റൂൾ ആണ്. ഓക്കെ, മെയിൻ ഇക്വേഷൻ മറക്കാതിരിക്കുക. റൂൾ ഇസ് ബേസ്ഡ് ഓൺ ദ അസംപ്ഷൻ ദാറ്റ് ദ ഫിഗേഴ്സ് ആർ ട്രപ്പീസോയിഡ്സ്. ട്രപ്പീസോയിഡ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ രണ്ട് മെത്തേഡിനേക്കാളും കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിരിക്കും നമ്മുടെ ട്രപ്പീസോയിഡൽ മെത്തേഡ്. അവിടെ എന്താണ് ഇക്വേഷൻ വരുന്നത്? ഫസ്റ്റ് ട്രപ്പീസോയിഡിന്റെ ഇക്വേഷൻ വരുന്നത് ഡെൽറ്റ 1 ഇസ് ഈക്വൽ ടു O0 പ്ലസ് O1 ബൈ 2 ഇൻറ്റു ഡി. ഓക്കെ, അപ്പൊ ആദ്യത്തെ ട്രപ്പീസോയിഡിന്റെ ഈ ഓഫ്സെറ്റ് പ്ലസ് ഈ ഓഫ്സെറ്റ് ബൈ 2 ഇൻറ്റു അത് തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പൊ ടോട്ടൽ നമ്മൾ അങ്ങനെ സം ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ഇക്വേഷൻ എന്ത് കിട്ടും? ഫൈനൽ ഇക്വേഷൻ ഇസ് ഈക്വൽ ടു ഡെൽറ്റ n ഇസ് ഈക്വൽ ടു ON മൈനസ് 1. ഓക്കെ, ON മൈനസ് 1 പ്ലസ് എത്ര ഓഫ്സെറ്റ്സ് ഉണ്ടോ അത്രയും ഓഫ്സെറ്റ് ബൈ 2 ഇൻറ്റു ഡി. ഓക്കെ, ഏരിയ ഓഫ് ലാസ്റ്റ് ഇത് ലാസ്റ്റ് ട്രപ്പീസോയിഡിന്റെ ഇക്വേഷൻ ആണ്.
ഫസ്റ്റ് ട്രപ്പീസോയിഡൽ. അതിന് ടോട്ടൽ ഏരിയ എങ്ങനെയാണ് കിട്ടുന്നത്? Δ1 + Δ2 + നമ്മൾ ഓരോ ട്രപ്പീസോയിഡ് സം ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? ഫസ്റ്റ് ഓർഡിനേറ്റ് പ്ലസ് ലാസ്റ്റ് ഓർഡിനേറ്റ് ബൈ 2 × d ചെയ്യാം. ഓക്കെ, പ്ലസ് അങ്ങനെ ഓരോ ഇതും ആഡ് ചെയ്ത് ഫൈനൽ നമുക്ക് ഇക്വേഷൻ എന്ത് വരും? ഫസ്റ്റ് ഓർഡിനേറ്റ് പ്ലസ് ലാസ്റ്റ് ഓർഡിനേറ്റ് ബൈ 2 പ്ലസ് ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള എല്ലാ ഓർഡിനേറ്റ്സും ഇൻറ്റു d. ഓക്കെ, ഫൈനൽ ഇക്വേഷൻ വരുന്നത് O0 + On ബൈ 2 പ്ലസ് O1 + O2 പ്ലസ് എത്ര ഓഫ്സെറ്റ്സ് ഉണ്ടോ അത്രയും ഓഫ്സെറ്റ്സ് ഇൻറ്റു d ചെയ്യാം. അത് തമ്മിലുള്ള ഓരോ ഇന്റർവെലും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ഇതാണ് ട്രപ്പീസോയിഡൽ ഫോർമുല. ദെൻ സിംപ്സൺസ് 1/3 റൂളിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ ഇറഗുലർ ബൗണ്ടറീസ് എങ്ങനെയാണ്? ബൗണ്ടറി ലൈൻ നമ്മൾ ഇറ്റ് അസ്യൂംസ് ദാറ്റ് ദ ബൗണ്ടറി ലൈൻ ബിറ്റ്വീൻ എനി ടു കോൺസിക്യൂട്ടീവ് ഓഫ്സെറ്റ്സ് ഫോളോ എ പാരബോളിക് കർവ് ആയിട്ടാണ്. നമ്മൾ അവിടെ സ്ട്രെയിറ്റ് ലൈൻ എടുത്തെങ്കിൽ ഇവിടെ പാരബോളിക് കർവ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ബൗണ്ടറീസ്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ട്രപ്പീസോയിഡൽ റൂളിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ആക്യുറേറ്റ് റിസൾട്ട്സ് ആയിരിക്കും സിംപ്സൺ ഫോർമുല വെച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, ഇക്വേഷൻ എങ്ങനെയാണ്? ഏരിയ ഇസ് ഈക്വൽ ടു d/3 ഇൻറ്റു ഫസ്റ്റ് ഓഫ്സെറ്റ് പ്ലസ് ലാസ്റ്റ് ഓഫ്സെറ്റ് ഇൻ പ്ലസ് 4 ഇൻറ്റു ഓഡ് ഓഫ്സെറ്റ്സ് പ്ലസ് 2 ഇൻറ്റു ഈവൻ ആയിട്ടുള്ള ഓഫ്സെറ്റ്സ്. ഓക്കെ, 4 ഇൻറ്റു ഓഡ് ഓഫ്സെറ്റ്സ് പ്ലസ് 2 ഇൻറ്റു ഈവൻ ഓഫ്സെറ്റ്സ്. ഓക്കെ, അതാണ് ഫൈനൽ ഏരിയയുടെ ഇക്വേഷൻ വരിക. ദ റൂൾ റിക്വയർസ് ദാറ്റ് ദ നമ്പർ ഓഫ് ഇന്റർവൽ മസ്റ്റ് ബി ഈവൻ ആയിരിക്കണം. ഓക്കെ, നമ്പർ ഓഫ് ഇന്റർവൽസ് ഈവൻ അല്ലെങ്കിൽ എന്താണ്? ഓഫ്സെറ്റ്സ് ഓഡ് ആയിരിക്കണം. ഓക്കെ, ദ ഓഫ്സെറ്റ്സ് അറ്റ് ഓഡ് പൊസിഷൻസ് ആർ മൾട്ടിപ്ലൈഡ് ബൈ 4. Okay, the offsets at even positions are multiplied by 2 and the first and last offsets are taken directly. First and last offset are taken directly. Odd offsets 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും, ഈവൻ ഓഫ്സെറ്റ്സ് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും, ടോട്ടൽ ഇൻറ്റു d/3. ഇവിടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഓഫ്സെറ്റ്സിന്റെ നമ്പർ എപ്പോഴും ഓഡ് ആയിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ വേറെ രീതി പറയാം ഇന്റർവെൽസ് എന്ന് പറയുന്നത് ഈവൻ ആയിരിക്കണം. ഓക്കെ, Simpson rule give highly accurate result because it fits a second degree curve. Parabola ആയിട്ട് assume ചെയ്യുന്നതുകൊണ്ട് തന്നെ high accuracy ആയിരിക്കും. Through the boundary, making it suitable for smooth curved boundaries such as river banks, road edges and canal section. Simpson rule is widely used in surveying for calculating areas of irregular shapes where offsets are equally spaced and a higher degree of accuracy is required. Okay. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ട്രപ്പീസോയിഡൽ റൂൾ ആൻഡ് സിംപ്സൺ റൂൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിരുന്നു. അത് രണ്ടും നോക്കിയിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയാണ് മൊഡ്യൂൾ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്. താങ്ക് യു.